Good afternoon, കേൾക്കാമോ? Good afternoon, ma'am. PDF കുറച്ച് കഴിയുമ്പോൾ വിസിറ്റ് ആവും കേട്ടോ. കാണുന്നില്ലല്ലോ ആർക്കും? ഇല്ല. നിഖിലിന്റെ സുന്ദരമാ. കാണാമോ PDF? ഇത് വെയിറ്റ് ചെയ്യണേ. അത് ഓക്കെ, കുറച്ച് കഴിയുമ്പോൾ വിസിബിൾ ആയിക്കൊള്ളൂ കേട്ടോ. നമ്മൾ ടെക്സ്റ്റിൽ നോക്കാം. ടെക്സ്റ്റ് ഉണ്ടല്ലോ കയ്യില്. വിസിബിൾ ആവാത്തതുകൊണ്ടാണ് നമുക്ക് ഷെയർ ആയി വരുന്നുള്ളൂ കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ തനിയെ ആയിക്കോളും. നമ്മളിപ്പോ ടെക്സ്റ്റിൽ നോക്കാം കേട്ടോ. നമ്മള് ഫ്രണ്ട് ഓഫീസ് മാനേജ്മെന്റ് എടുത്തിട്ടുള്ളത്. PDF കാണാൻ പറ്റുമോ എന്ന് കാണുന്നുണ്ടെന്നൊന്ന് മെസ്സേജ് ചെയ്യണേ. ഓക്കെ, കാണാൻ പറ്റി തുടങ്ങുമ്പോ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. കാണുന്നുണ്ട് എന്ന് പറഞ്ഞേട്ടോ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് കസ്റ്റം പഠിച്ചു അല്ലെ? കസ്റ്റമറിന്റെ മീനിങ് എന്താണെന്ന് പഠിച്ചു. എന്താണ് കസ്റ്റമറിന്റെ മീനിങ്? എന്താണ് കസ്റ്റമർ? ഹാബിറ്റ് അല്ലെ? കസ്റ്റം എന്ന വാക്കിൽ നിന്നാണ് കസ്റ്റമർ എന്ന വാക്കുണ്ടായത്. ഓക്കെ, നമ്മൾ അതിലെ 2 പോയിന്റ്സ് അല്ലേ പറഞ്ഞത്? 3 പോയിന്റ്സ് പറഞ്ഞു. കസ്റ്റമേഴ്സിന് എന്താണ് ഡിഫറെന്റ് ആയിട്ടുള്ള നീഡ്സ് ഉണ്ട്. അതിനനുസരിച്ചിട്ടാണ് അവർ പർച്ചേസ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞില്ലേ? ഓരോരുത്തരുടെ ആവശ്യങ്ങൾ വ്യത്യസ്തമാണെന്ന് ഓർമ്മയുണ്ടോ പറഞ്ഞത്? യെസ്, കസ്റ്റമേഴ്സിന്റെ ആവശ്യകതകൾ
ഇനി കസ്റ്റമേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്ത് അല്ലെങ്കിൽ സ്വാധീനിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ നമ്മള് ഗേൾസിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഡ്രസ് മെറ്റീരിയൽസിനോട് കുറച്ചുകൂടെ ഇഷ്ടം കൂടുതലായിരിക്കും അല്ലെ? ഡ്രസ് മെറ്റീരിയൽസ്, ടോപ്സ്, കുർത്ത, സാരി, സെറ്റ് മുണ്ട് എന്താണെങ്കിലും നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് അല്ലെ ഗേൾസിനെ സംബന്ധിച്ചിടത്തോളം. യെസ്. അപ്പൊ നമ്മൾ അട്രാക്ട് ചെയ്യുന്ന ഒരു കാര്യം എന്തായിരിക്കും? ചില സമയങ്ങളിൽ നമ്മളിപ്പോ പുറത്തേക്ക് പോകുമ്പോഴത്തേക്ക് നല്ലൊരു കട കണ്ടാലും അത് കടയിൽ കേൾക്കാമോ? കണക്ഷൻ പോയതാണേ. കേൾക്കാമോ? യെസ്. അത് നമ്മുടെ ഇഷ്ടമാണ് അല്ലെ? നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ പല കാര്യങ്ങളും ചൂസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ ഒരു കസ്റ്റമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന കാര്യം ചിലപ്പോൾ കടയുടെ വലുപ്പമായിരിക്കും, അപ്പൊ കടയിലെ ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് ആയിരിക്കും. ഇതൊക്കെ ആയിരിക്കും നമ്മളെ അതിലേക്ക് ആകർഷിക്കാനായിട്ട് നമ്മളെ പ്രാപ്തമാക്കുന്നത്. ഓക്കെ. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്? കസ്റ്റമേഴ്സിന്റെ എക്സ്പെക്ടേഷൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫസ്റ്റ് ഒരു ഫാക്ടർ എന്ന് പറയുന്നത് കൾച്ചറൽ വാല്യൂസ് ആണെന്നാണ് പറയുന്നത്. എന്താണ് കൾച്ചറൽ വാല്യൂസ് എന്ന് പറയുന്നത്? കൾച്ചറൽ വാല്യൂസ് എന്തൊക്കെയാ കൾച്ചറൽ വാല്യൂസ് വരുന്നത്? ഇപ്പൊ നമ്മളൊരു ഹോസ്പിറ്റൽ ചൂസ് ചെയ്യുമ്പോ അതിന്റെ പാരമ്പര്യം നോക്കാറുണ്ടോ നമ്മള്? പാരമ്പര്യം അല്ലെങ്കിൽ എത്ര വർഷം എക്സ്പീരിയൻസ് ഉള്ള ഹോസ്പിറ്റലാണ് നമ്മൾ പോകുന്നത് നോക്കാറുണ്ടോ? അതെ. നമ്മള് ഹോസ്പിറ്റലിൽ ഏറ്റവും നല്ല സർവീസ് കൊടുക്കുന്ന ഡോക്ടേഴ്സ് ആവാം, സേവനങ്ങളാവാം അല്ലെ? ഇതെല്ലാം നോക്കിയിട്ട് അതാണ് അവരുടെ പാരമ്പര്യമായിട്ടുള്ള ഘടകങ്ങളാണ് ഇതിൽ വരുന്നത്, കൾച്ചറൽ വാല്യൂസിൽ വരുന്നത്. ഓക്കെ. അതായത് ഒരുപാട് വർഷം നല്ല എക്സ്പീരിയൻസ് ഉള്ള ഹോസ്പിറ്റലിൽ നമ്മൾ ചൂസ് ചെയ്യാറുണ്ട്. എന്തുകൊണ്ടാണ്? അവിടെ നല്ലൊരു ട്രീറ്റ്മെന്റ് കിട്ടും, നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിട്ട് നമുക്ക് പോരാൻ സാധിക്കും എന്നുള്ളതിൽ നമ്മൾ എന്ത് ചെയ്യും? ആ ഹോസ്പിറ്റൽ അത് എത്ര ദൂരെയാണെങ്കിലും എന്താണ് നമ്മൾ പോകാനായിട്ട് വില്ലിംഗ് ആണ്. ഓക്കെ. ഇനി അതേപോലെ തന്നെ നമ്മൾ ആകർഷിക്കുന്ന മറ്റൊരു ഘടകമാണ് അഡ്വർടൈസിങ്. ഇവിടെ കൾച്ചറൽ വാല്യൂസ് എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് നമ്മുടെ ആയുർവേദത്തിന്റെ വിഭാഗം നോക്കുകയാണെങ്കിൽ ആയുർവേദ ഹോസ്പിറ്റലുകൾ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ഹോസ്പിറ്റൽസ് കോട്ടയ്ക്കൽ, ആലവൃദ്ധശാല അങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? അതൊക്കെ എന്താണ്? ഒരുപാട് വർഷത്തെ പാരമ്പര്യമുള്ള സേവനങ്ങൾ കൊടുക്കുന്ന ഹോസ്പിറ്റൽസ് ആയുർവേദ ആശുപത്രികളാണ്. ഓക്കെ. അപ്പൊ അവിടെ കൊടുക്കുന്ന സേവനങ്ങൾ അത്രത്തോളം എന്താണ്? പ്യൂർ ആണ്, വളരെ സേഫ് ആയിട്ടുള്ള സേവനങ്ങൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് അത്തരം ആകർഷണം, ഇതിന്റെ എക്സ്പീരിയൻസ് ഉള്ള ഇതിന്റെ പാരമ്പര്യമുള്ള നമ്മൾ ആകർഷിക്കാറുണ്ട്. ഓക്കെ. ഇനി നമ്മൾ ആകർഷിക്കുന്ന മറ്റൊന്നാണ് അഡ്വർടൈസിങ്. എന്താണ് അഡ്വർടൈസിങ്? വിവിധ തരത്തിലുള്ള പരസ്യങ്ങൾ അല്ലെ? പരസ്യങ്ങളില് നമ്മൾ എന്താണ് പല ഹോസ്പിറ്റലിനെ പറ്റിയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അവിടെ ഇന്ന രീതിയിൽ പാക്കേജസ് ഉണ്ട്, ഇന്ന രീതിയിൽ നമുക്ക് റീസണബിൾ നമ്മുടെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ചികിത്സ കൊടുക്കുന്നതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് എന്താണ് അട്രാക്ട് ചെയ്യും അല്ലെ? കസ്റ്റമർ എന്നോട് ഉദ്ദേശിക്കുന്ന പേഷ്യൻസിനെ തന്നെയാണ് കേട്ടോ. നമ്മളെ അട്രാക്ട് ചെയ്യും അല്ലെ? നമുക്കിപ്പോ തോന്നും പോയി കാണിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ മാറുമായിരിക്കും എന്നുള്ളൊരു ഒരു വിശ്വാസത്തിൽ നമ്മൾ എന്ത് ചെയ്യും? ആ ഹോസ്പിറ്റൽ അറ്റൻഡ് ചെയ്യും. ഓക്കെ. ഇനി നമ്മൾ ആകർഷിക്കുന്ന മറ്റൊരു ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മറ്റൊന്നാണ് മാർക്കറ്റിംഗ്. എന്താണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്? മാർക്കറ്റിംഗ് എന്താണ്? ഇപ്പൊ നമ്മൾ കുറെ ഹോസ്പിറ്റൽ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോ വിപണിയിൽ അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യ മേഖലയിൽ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള ഹോസ്പിറ്റൽസ് അല്ലെങ്കിൽ ഏറ്റവും നല്ലോണം പേഷ്യൻസ് നല്ല ട്രീറ്റ്മെന്റ്സ് കൊടുക്കുന്ന ഹോസ്പിറ്റൽ നമ്മൾ നോക്കാറുണ്ട് അല്ലെ? നോക്കാറില്ലേ? കൾച്ചറൽ വാല്യൂസ് എന്ന പോലെ തന്നെ ഹോസ്പിറ്റൽ ഏറ്റവും കൂടുതൽ മാർക്കറ്റിംഗ് ആയി. ഇപ്പോ ഇവിടെയൊക്കെ നോക്കുന്നത് നമ്മുടെ ഇവിടെ ആസ്റ്റർ മെഡിസിറ്റി ടോപ്പ് ഹോസ്പിറ്റൽസ് ആണ്. അങ്ങനെയൊക്കെ അവിടെയൊക്കെ ഉള്ളിടത്ത് എന്താണ് സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള കുറെ സേവനങ്ങൾ അവിടെ ലഭിക്കുന്നുണ്ട് അല്ലെ? സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് കിട്ടുന്നുണ്ട്. അപ്പൊ മാർക്കറ്റിംഗ് ഫീൽഡിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഹോസ്പിറ്റൽ ഏതാണ് എന്നുള്ളതുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? അത് നമ്മൾ ചൂസ് ചെയ്യാനായിട്ട് വില്ലിംഗ് ആവും. ഓക്കെ. ഇനി
അടുത്തത് അല്ലെങ്കിൽ അതേപോലെ തന്നെ എന്താണ് നമ്മൾ ഇതേപോലെ തന്നെ മാർക്കറ്റിംഗുമായി ബന്ധപ്പെട്ട ആ ഹോസ്പിറ്റൽസിന്റെ പരസ്യങ്ങളൊക്കെ നമ്മുടെ ന്യൂസ് പേപ്പറിൽ അല്ലാത്ത മറ്റ് മാധ്യമങ്ങളിലൊക്കെ നമ്മൾ കാണുന്ന വഴി എന്താണ് നമ്മൾ ആ ഹോസ്പിറ്റലിനെ ആശ്രയിക്കുന്നു. മറ്റ് അതർ കമ്മ്യൂണിക്കേഷൻസ് അല്ലെ, യൂട്യൂബ്സ്, മറ്റ് വീഡിയോസ് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു വിവരം മുഖാന്തരം അല്ലെങ്കിൽ ഇൻഫർമേഷൻ മുഖാന്തരം നമ്മളത് അറിയുകയും നമ്മളത് ഇൻഫ്ലുവൻസ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, ഒരു കസ്റ്റമറുടെ എക്സ്പെക്ട് പറയുന്നതാണ് പോകുന്ന സ്ഥലത്ത് നിന്ന് നമുക്ക് നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റ് കിട്ടാൻ നമ്മൾ സാറ്റിസ്ഫൈഡ് ആകണം, നമുക്ക് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ട്രീറ്റ്മെന്റ് ലഭിക്കണം എന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഹോസ്പിറ്റലിൽ ആശ്രയിക്കുന്നത്. ഓക്കെ, അപ്പൊ അവിടെ എത്തിപ്പെടുന്നതിന് മുൻപായിട്ട് നമ്മൾ ആകർഷിക്കുന്ന ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കുറച്ച് ഘടകങ്ങളാണ് എന്ത്, കൾച്ചറൽ വാല്യൂസ്, അഡ്വർടൈസിങ്, മാർക്കറ്റിംഗ് ആൻഡ് അതർ കമ്മ്യൂണിക്കേഷൻസ്. ഓക്കെ, കസ്റ്റമേഴ്സിനെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇതൊക്കെയാണ് ആൻസർ വരുന്നത്. ഒന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. മനസ്സിലായോ? ഇപ്പോഴും PDF ഓപ്പൺ ആയിട്ടില്ല അല്ലേ? ഓക്കെ, കുഴപ്പമില്ല, നിങ്ങൾ ടെക്സ്റ്റ് നോക്കട്ടോ. ക്ലയന്റ് സർവീസ് എന്ന് പറയുന്നത് is the provision of service before, during and after a purchase. കസ്റ്റമർ സർവീസിന് നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് എന്താ, ക്ലയന്റ് സർവീസ്. അതൊന്ന് അണ്ടർലൈൻ ചെയ്യാൻ ടെക്സ്റ്റ് ഉള്ളവര്. കസ്റ്റമർ സർവീസ് ആൾസോ നോൺ ആസ് ക്ലയന്റ് സർവീസ്. എന്താണ് ക്ലയന്റ് സർവീസ് അഥവാ കസ്റ്റമർ സർവീസ് എന്ന് പറയുന്നത്? is the provision of service to customer before, during and after a purchase. എന്തിനാണ് നമ്മൾ പറയുന്നത്? ഒരു വാങ്ങലിന് മുമ്പും സമയത്തും ശേഷവും ഒരു കസ്റ്റമേഴ്സിന് നൽകുന്ന സേവനമാണ് എന്ത്, കസ്റ്റമർ സർവീസ് എന്ന് പറയുന്നത്. അല്ലെ, എന്താണ് കസ്റ്റമർ സർവീസ് എന്ന് പറയുന്നത്? ഒരു സാധനം വാങ്ങിക്കുന്നതിന് മുമ്പ്, പർച്ചേസ് ചെയ്തതിന് മുമ്പും അതിന് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും അതിനുശേഷവും ഒരു കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന സേവനത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കസ്റ്റമർ സർവീസ് എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്യാട്ടത്. The provision of service to a customers before, during and after a purchase. മനസ്സിലായോ? Then according to Turban Act 2002, customer service is a series of activities designed to improve the level of customer satisfaction. That is the feeling that product or service has met the customer expectation. ഇവിടെ നമ്മളോട് ഒരു ആക്ടിനെ കുറിച്ച് പറയുന്നത്, ടർബൻ ആക്ട് എന്ന് പറയുന്നത് 2002-ലാണത് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. അത് എന്തിനെ കുറിച്ചിട്ടുള്ളതാണ്? കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനെ കുറിച്ചിട്ട്. എന്താണ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്? എന്താണ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്? കസ്റ്റമറെ സംബന്ധിച്ചുള്ള ആള് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ്, ആള് പർച്ചേസ് ചെയ്യുന്ന സമയത്തും ആൾക്ക് കൊടുക്കുന്ന, ആള് ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസിലും എന്താണ്, ആൾക്ക് തൃപ്തികരമായിട്ടുള്ള ഒരു സേവനം ലഭ്യമാകണം അല്ലെ. അതായത് ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞാൽ ആ പേഷ്യൻസിന് നല്ല രീതിയിൽ ചികിത്സകൾ കൊടുത്ത് ആള് സാറ്റിസ്ഫൈഡ് ആയിട്ട് തിരിച്ചു പോകുമ്പോൾ മാത്രമാണ് ആള് സാറ്റിസ്ഫൈഡ് ആയി എന്നാണ്, സംതൃപ്തനായി നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. ഓക്കെ, അപ്പൊ ഈ ആക്ട് പ്രകാരം പറയുന്നത് എന്താണ്? ഓരോ കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന സർവീസസിൽ അവർ സംതൃപ്തരായിരിക്കണം. ഓക്കെ, കസ്റ്റമേഴ്സിന്റെ സാറ്റിസ്ഫാക്ഷൻ ആണ് ഇവിടെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഓക്കെ, അതായത് അവരുടെ എക്സ്പെക്ടേഷൻസ് അനുസരിച്ചിട്ടുള്ള എല്ലാ സേവനങ്ങളും ആർക്ക് ലഭ്യമാകണം? പേഷ്യൻസിന് ലഭ്യമായിരിക്കണം. അവര് ഒരു ഹോസ്പിറ്റലിലേക്ക് ആശ്രയിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അവർക്ക് ഒരു അസുഖം ഉണ്ടെങ്കിൽ അത് കണ്ടെത്തുന്നതിന്, അതിന് വേണ്ടി ട്രീറ്റ്മെന്റ് എടുക്കുന്നതിന്, അതിനാവശ്യമായിട്ടുള്ള മെഡിക്കേഷൻസ് സ്വീകരിച്ച് ആ അസുഖം ഭേദമാക്കി, മാത്രമല്ല അവിടെയുള്ളവരുടെ സേവനം കൂടി അല്ലെ, ഹോസ്പിറ്റലിൽ നിന്ന് കൊടുക്കുന്ന സ്റ്റാഫുകളും ഡോക്ടേഴ്സ് ആണെങ്കിൽ ഹെൽത്ത് കെയർ സെറ്റിംഗ്സിൽ എല്ലാവരിൽ നിന്ന് നല്ലൊരു സേവനം ലഭ്യമാകുമ്പോൾ മാത്രമാണ് ആരാ സാറ്റിസ്ഫൈഡ് ആവുന്നത്? കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ പേഷ്യൻസ് സാറ്റിസ്ഫൈഡ് ആകുന്നത്.
ഓക്കെ, അപ്പൊ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ആക്ട് ആണ് എന്ത്, ടർബൻ ആക്ട് എന്ന് പറയുന്നത്. 2002 വന്നത്. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേക്ക് കേട്ടോ. ഓക്കെ, കസ്റ്റമർ സർവീസ് ക്യാൻ ബി ഗിവൺ ബൈ സെയിൽസ്മാൻ ഓർ ഹോസ്പിറ്റൽ എക്സിക്യൂട്ടീവ്. കസ്റ്റമർ സർവീസ് ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം ആരാണ് കൊടുക്കുന്നത്? ഹോസ്പിറ്റൽ എക്സിക്യൂട്ടീവ്സ് ആണ് വരുന്ന പേഷ്യൻസിന് അതിന്റെ സേവനങ്ങൾ കൊടുക്കുന്നത് അല്ലെ. ആൽസോ ത്രൂ ഓട്ടോമേറ്റഡ് ഇന്റർനെറ്റ് സർവീസ്. ഇനി കസ്റ്റമേഴ്സ് മാത്രമല്ല, എന്താണ് ഓട്ടോമേറ്റഡ് ഇന്റർനെറ്റ് സർവീസസിലൂടെ നമ്മൾ എന്താണ് രോഗികൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാത്തരം സേവനങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ. നമ്മളിപ്പോ പല കാര്യങ്ങളും ഇപ്പോ ഓൺലൈനിലൂടെയാണ് ഇപ്പൊ ചെയ്യപ്പെടുന്നത് അല്ലെ. പേഷ്യൻസിന് ആവശ്യമായിട്ടുള്ള അപ്പോയിന്റ്മെന്റ്സുകളാണെങ്കിലും ഡോക്ടേഴ്സിന് അവൈലബിലിറ്റി ചെക്ക് ചെയ്യാനാണെങ്കിലും മെഡിക്കേഷൻസ് സെർച്ച് ചെയ്യാനാണെങ്കിലും എന്ത് അപ്ഡേഷന് വേണ്ടിയിട്ട് എന്താണ് നമ്മളിപ്പോ ഓൺലൈനാണ് ആശ്രയിക്കുന്നത്. ഓക്കെ, യെസ്. അപ്പൊ അപ്പോഴും എന്താണ് പേഷ്യൻസ് അവിടെ സാറ്റിസ്ഫൈഡ് ആയാണ് അല്ലെ. ഇപ്പൊ റിസപ്ഷനിസ്റ്റിന്റെ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ എക്സിക്യൂട്ടീവിന്റെ സേവനം കൊണ്ട് മാത്രമല്ല, ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള സംവിധാനങ്ങൾ വഴി എന്താണ് പേഷ്യൻസ് സാറ്റിസ്ഫൈഡ് ആകും. ഓക്കെ, ദ മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് is often the first person with whom patient has with the medical facility. ഇപ്പൊ ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം ഒരു പേഷ്യന്റ് വരുന്ന സമയത്ത് അവർക്ക് ആദ്യത്തെ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? മെഡിക്കൽ റിസപ്ഷനിസ്റ്റ്. അവരെയാണ് ആദ്യം ഇവര് കാണുന്നത് അല്ലെ. വരുന്ന പേഷ്യൻസ് ആദ്യം അപ്രോച്ച് ചെയ്യുന്നത് ആരെയാണ്? മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് ആണ്. ഓക്കെ, വരുന്ന സമയത്ത് തന്നെ എന്താണ് നമുക്ക് വേണ്ട ആവശ്യകതകൾ എന്താണോ അതിനനുസരിച്ചുള്ള സേവനങ്ങൾ അവർ അപ്പൊ തന്നെ എന്താണ് പ്രൊവൈഡ് ചെയ്യുക. പ്രൊവൈഡ് ചെയ്യുന്നതിനനുസരിച്ച് അവർക്ക് കിട്ടുന്ന സേവനങ്ങൾ നല്ല ക്വാളിറ്റി സേവനങ്ങളാണെങ്കിൽ മാത്രമാണ് ആര് പേഷ്യൻസ് സാറ്റിസ്ഫൈഡ് ആകുന്നത്. ഓക്കെ, ഇനി ഓരോ പേഷ്യൻസിന്റെ ആഗ്രഹം എന്ന് പറയുന്നത് എന്താണ്? ഓരോരുത്തർക്കും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു അറ്റൻഷൻ കിട്ടണം അല്ലെ. നമ്മള് ഹോസ്പിറ്റലിൽ പോകുന്നതല്ല, നമ്മള് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഹോസ്പിറ്റൽ ഡോക്ടേഴ്സും നമ്മുടെ ബാക്കിയുള്ള സ്റ്റാഫുകളും നമ്മളെ പരിഗണിക്കുക എന്നുള്ളത് ഹ്യൂമൻ ബീങ് ആയിട്ട് തന്നെ നമ്മളൊന്ന് പരിഗണിക്കുക എന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് അല്ലെ. എല്ലാവരും ആഗ്രഹിക്കുന്നത്. നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഗവൺമെന്റ് ഹോസ്പിറ്റലൊക്കെ നിങ്ങൾ പോയിട്ടുണ്ടോ? ഗവൺമെന്റ് ഹോസ്പിറ്റല് എല്ലാ ഗവൺമെന്റ് ഹോസ്പിറ്റലിലും പറയുന്നില്ല കേട്ടോ. എല്ലാ ഗവൺമെന്റ് ഹോസ്പിറ്റലിലും പറയാൻ പറ്റില്ല. കാരണം ചില ഹോസ്പിറ്റലിൽ നല്ല രീതിയിലുള്ള സേവനങ്ങൾ കൊടുക്കുന്ന ഹോസ്പിറ്റലുണ്ട്. പക്ഷെ നേരെ മറിച്ച് ചില ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ അവരുടെ ബിഹേവിയർ, അവർ തരുന്ന ട്രീറ്റ്മെന്റ്സ് ഭയങ്കര മോശമാണ് അല്ലെ. പോയവർക്ക് അനുഭവിച്ചവർക്ക് അറിയാൻ പറ്റും. നമ്മളോട് സംസാരിക്കുന്നത് തന്നെ വളരെ മോശമായിട്ട്, ചീത്ത പറഞ്ഞ ഒരു രോഗിയോട് സംസാരിക്കുന്നത്, കൂടെ വരുന്ന ആൾക്കാരോട് സംസാരിക്കുന്നതൊക്കെ വളരെ മോശമായിട്ടാണ്. പ്രത്യേകിച്ച് പ്രഗ്നൻസിയിലുള്ള വുമൻസിനോട് പ്രത്യേകമായിട്ടൊരു വൈരാഗ്യമുണ്ട്. എന്താണെന്നറിയില്ല. പല വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ന്യൂസിലൊക്കെ. ഒരു ഗവൺമെന്റ് സർവീസിലെ ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പൊ ലേബർ പേഷ്യൻസിനോട് പെരുമാറുന്ന പെരുമാറ്റങ്ങൾ വളരെ മോശമാണ്. അത് എല്ലാ ഹോസ്പിറ്റലും അല്ല കേട്ടോ. ചില ഹോസ്പിറ്റലിലെ സർവീസസ് എങ്ങനെയാണ്. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. ഗവൺമെന്റ് ശമ്പളം കൊടുക്കുന്നോണ്ടാണോ അല്ലെ? അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ നിങ്ങൾക്ക്? ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയിട്ട് മോശമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ട്. ഓക്കെ, യെസ്. Giving patients individual attention can go a long way in establishing their positive experiences with the facility. നമ്മൾ പറയുന്ന ഓരോ പേഷ്യൻസും ആഗ്രഹിക്കുന്നത് ഇൻഡിവിജ്വൽ അറ്റൻഷൻസ് ആണ്. അതേപോലെ തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ പ്രൊവൈഡ് ചെയ്യുന്നത് എന്താണ്? വരുന്ന ഓരോ വ്യക്തിക്കും എന്ത് കൊടുക്കണം? ഇൻഡിവിജ്വൽ വ്യക്തിഗതമായിട്ടൊരു ശ്രദ്ധ അവർക്ക് കൊടുത്താൽ മാത്രമേ എന്താണ് അവർക്കൊരു പോസിറ്റീവ് എക്സ്പീരിയൻസ് ഉണ്ടാവുള്ളൂ അല്ലെ. ഒരു പോസിറ്റീവ് എക്സ്പീരിയൻസ് ഉണ്ടാവണമെങ്കിൽ തന്നെ നമ്മൾ അവരൊന്ന് പരിഗണിക്കണം എന്നുള്ളത്, പരിഗണിക്കുന്നുണ്ട് എന്ന് അവർക്ക് അത് ഫീൽ ചെയ്യാൻ പറ്റും. ഓക്കെ, എന്നിരുന്നാൽ മാത്രമേ അവർ സാറ്റിസ്ഫൈഡ് ആവുള്ളൂ. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ആണ് ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മളോട് കസ്റ്റമർ സർവീസസിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. കസ്റ്റമർ സർവീസസിനെ പറയുന്ന മറ്റൊരു പേരാണ് എന്ത്? ക്ലയന്റ് സർവീസ് അല്ലെ. എന്താണ് ക്ലയന്റ് സർവീസ് എന്ന് പറയുന്നത്? ഒരു കസ്റ്റമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു വാങ്ങലിന് മുൻപും സമയത്തും ശേഷവും ആ കസ്റ്റമറിന് കൊടുക്കുന്ന സർവീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നൽകുന്ന സേവനത്തെയാണ് നമ്മൾ കസ്റ്റമർ സർവീസ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു ടർബൻ ആക്ടിനെ കുറിച്ച് പറയുന്നു. ആക്ടിൽ പറയുന്നത് എന്താണ്? കസ്റ്റമറുടെ സാറ്റിസ്ഫാക്ഷൻ ആണ് ഇമ്പോർട്ടൻസ് അല്ലെ. അതായത് കസ്റ്റമർ പർച്ചേസ് ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റീസിലും ആ ഒരു സീരീസ് ഓഫ് ആക്ടിവിറ്റീസ് അദ്ദേഹം നടത്തുന്ന ഓരോ സർവീസസിലും എന്താണ് അവർക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ്സ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. നിർബന്ധമായിട്ട് അത് കൊടുത്തിരിക്കുന്നത്. അതായത് കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആക്കുക എന്നുള്ളതാണ് ഈ ഒരു ആക്ട് കൊണ്ട് അവിടെ അർത്ഥമാക്കുന്നത്. ഓക്കെ, അതായത് അവർക്ക് ഒരു എക്സ്പെക്ടേഷൻസ് ഉണ്ട്. ഓരോ കസ്റ്റമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ എക്സ്പെക്ടേഷൻസിന് അനുസരിച്ചിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ്സും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ബിഹേവിയർ ആയിരിക്കും നമ്മൾ അവരോട് കാണിക്കേണ്ടത്. ഇനി
ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം ഹോസ്പിറ്റലിൽ കസ്റ്റമർ സർവീസ് കൊടുക്കുന്നത് ആരാണ്? സെയിൽസ്മാൻ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ എക്സിക്യൂട്ടീവ്സ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. അല്ലാതെ തന്നെ നമ്മൾ എന്താണ് ഓൺലൈൻ സംവിധാനങ്ങളിലൂടെ അല്ലെങ്കിൽ ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ഇന്റർനെറ്റ് സർവീസസിലൂടെയും പേഷ്യൻസിന് എന്താണ് വേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി ഒരു പേഷ്യന്റ് ആദ്യം എത്തുന്ന സമയത്ത് അറ്റൻഡ് ചെയ്യുന്നത് ഒരു മെഡിക്കൽ റിസപ്ഷനിസ്റ്റിനെയാണ് അല്ലെ. അദ്ദേഹത്തിന്റെ സേവനങ്ങളിൽ നിന്നാണ് ആൾ ആദ്യം ഫസ്റ്റ് എന്താണ് ഫസ്റ്റ് ഓഫ് ഓൾ ആൾ സാറ്റിസ്ഫൈഡ് ആവുന്നത് ആ ഒരു ഫ്രണ്ട് ഓഫീസിനെ ആ ഒരു ഡിപ്പാർട്ട്മെന്റിലെ ആ ഒരു എത്തുന്ന സമയത്തുള്ള ആ ഒരു സമയത്ത് ഫ്രണ്ട് ഓഫീസിൽ നിന്ന് ഒരിക്കലും നമ്മൾ മോശമായ അനുഭവം ആരും തന്നെ പ്രതീക്ഷിക്കില്ല. പക്ഷെ അവിടെ മോശമായ അനുഭവം നമുക്ക് ലഭിക്കുന്നെങ്കിലോ ഒരിക്കലും പേഷ്യൻസ് സാറ്റിസ്ഫൈഡ് ആവില്ല. ഓക്കെ, അപ്പൊ മാത്രമല്ല വരുന്ന ഈ ഒരു പേഷ്യന്റിനോട് നമ്മൾ ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുത്തിട്ടായിരിക്കണം ബിഹേവ് ചെയ്യേണ്ടത്. എന്നാൽ മാത്രമേ അവർക്ക് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഫീൽ ചെയ്യാനായിട്ട് ഉണ്ടാവുള്ളൂ. ഓക്കെ, മനസ്സിലായോ പറഞ്ഞത്? ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് പഠിക്കുന്നത് CRM. What is CRM? CRM stands for Customer Relationship Management. Customer Relationship Management. Next ഉള്ളവർ underline ചെയ്യട്ടോ. At the name indicates, CRM software is a system for managing relationship with the customers. എന്താണ് CRM സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്? ഇതിന്റെ എക്സ്പാൻഷൻ പഠിക്കണം കേട്ടോ. C for customer, R for relationships and M for management. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സിസ്റ്റം ഈ ഒരു മാനേജ്മെന്റ് സിസ്റ്റം കൊണ്ടുവന്നിരിക്കുന്നത്? എന്ത് മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്? മാനേജ് റിലേഷൻഷിപ്പ് വിത്ത് കസ്റ്റമേഴ്സ് അല്ലെ. CRM സോഫ്റ്റ്വെയർ എന്തിനു വേണ്ടിയിട്ടാണ്? ഇസ് എ സിസ്റ്റം ഫോർ മാനേജിങ് റിലേഷൻഷിപ്സ് വിത്ത് കസ്റ്റമേഴ്സ്. കസ്റ്റമേഴ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്സ് മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് എന്ത്? CRM എന്ന് പറയുന്നത്. ഓക്കെ, യെസ്, പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഇനി വാട്ട് ഈസ് ഹെൽത്ത് കെയർ CRM? എന്താണ് ഹെൽത്ത് കെയർ CRM എന്ന് പറയുമ്പോ? ഹെൽത്ത് കെയർ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് അല്ലെ, CRM എന്ന് പറയാം. അല്ലെങ്കിൽ എന്താണ് CRM എന്ന് പറഞ്ഞാൽ ഹെൽത്ത് കെയർ CRM തന്നെ നമ്മൾ പറയുന്നത് കേട്ടോ. എന്തായിരിക്കും ഇപ്പോ അത് ഹെൽത്ത് കെയർ CRM എന്ന് പറയുന്നത്? Can manage a complete database on patients that are recorded securely and cannot be accessed by third parties. എല്ലാവരും ക്ലാസ്സിൽ തന്നെ ഇല്ലേ? നമുക്ക് വേണ്ടിട്ട് അതെന്ത്? പക്ഷെ നമുക്ക് ഉറക്കം വരുന്ന ഒരു സമയമാണല്ലോ ഇപ്പൊ. ഫുഡൊക്കെ കഴിച്ച് ഫുഡൊക്കെ ഒന്ന് ഡൈജസ്റ്റ് ആവുന്ന സമയത്ത് എല്ലാവർക്കും ഉറക്കം വരും. ഡൈജഷന്റെ പ്രോസസ്സുമായി ബന്ധപ്പെട്ടാണ് എല്ലാവരും ഉറക്കം വരുന്നത്. ഇടയ്ക്കിടക്ക് കട്ടായി പോകുന്നുണ്ട്. ഈ ക്ലാസ്സിൽ എന്താവുന്നാവും ഭയങ്കര പ്രശ്നമാണ്. എപ്പോ ക്ലാസ്സിൽ കയറുക നിങ്ങൾക്ക് വോയിസ് ക്ലിയർ ആവില്ല, വീഡിയോ ശരിയാവില്ല, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരുന്നുണ്ട്. എന്തുകൊണ്ടാണെന്നാവും? വേറെ ഒന്നുമല്ല, ടെക്നിക്കൽ ഇഷ്യൂസ് ഉള്ളതുകൊണ്ടാണ്. പറയാൻ പോലെ പ്രശ്നം ഉണ്ടായിട്ടില്ല. ഓക്കെ, ചില ക്ലാസ്സിൽ അങ്ങനെ സംഭവിക്കാറുണ്ട്. ചിലപ്പോ നെറ്റ് ഇഷ്യൂസ് ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോ നിങ്ങളുടെ അവിടെ നെറ്റിന്റെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിരിക്കാം. അപ്പോഴായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് വോയിസ് ഒന്നും കേൾക്കാത്തതാണ്. ഇതിപ്പോ ഇവിടുത്തെ കംപ്ലൈന്റ് ആണ് കേട്ടോ, ഇവിടുത്തെ പ്രശ്നമാണ്. PDF വിസിബിൾ ആവാത്തത്. ഷെയർ ചെയ്തിട്ടുണ്ട്, ആവുന്നില്ല, ഓപ്പൺ ആവുന്നില്ല. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. ഇപ്പോഴും വരുന്നില്ലല്ലോ, കാണാമോ? ഇല്ലല്ലോ. സാരില്ല, ടെക്സ്റ്റ് നോക്കിക്കോ കേട്ടോ. യെസ്, അപ്പൊ ഹെൽത്ത് കെയർ CRM എന്ന് പറയുന്നത് എന്തായിരിക്കാം? പേഷ്യൻസിന്റെ കംപ്ലീറ്റ് ഡാറ്റാബേസസ് സെക്യൂർ ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് എന്ത്? അത് മറ്റ് തേർഡ് പാർട്ടീസ് ഒന്നും ആക്സസ് ചെയ്യാത്ത രീതിയിൽ. എന്താണ് ഹെൽത്ത് കെയർ CRM എന്ന് പറയുന്നത്? പേഷ്യൻസിന്റെ കംപ്ലീറ്റ് ഡാറ്റാബേസസ് സേഫ് ആയിട്ട് നമ്മൾ സെക്യൂർ ചെയ്ത് വെക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് എന്ത്? ഹെൽത്ത് CRM എന്ന് പറയുന്നത്. ഇവിടെ മറ്റൊരാൾക്ക് തേർഡ് പാർട്ടി എന്ന് പറയുന്നത് പേഷ്യൻസ് ആരാണ്? മറ്റൊരാൾക്ക്, അതായത് മൂന്നാമതൊരാൾക്ക് ഈ ഒരു
നമ്മുടെ ഡാറ്റ പേഷ്യൻസിന്റെ ആ ഒരു ഡാറ്റ ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കാത്ത വിധത്തിലാണ് നമ്മൾ സോഫ്റ്റ്വെയർ ഇത് സെക്യൂർ ആയി ഡാറ്റാസ് എല്ലാം തന്നെ സെക്യൂർ ആയിട്ട് സേവ് ചെയ്തിരിക്കുന്നു. ഓക്കെ, യെസ്, അതായത് പേഷ്യൻസിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഡാറ്റാ ബേസിസും എന്തിലായിരിക്കും ഉണ്ടാവുക? ഹെൽത്ത് കെയർ CRM-ലായിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പൊ അതുമായി ബന്ധപ്പെട്ട് അതിനൊരു കോഡ് ഉണ്ടായിരിക്കും. അത് നമുക്ക് ആ ഒരു കോഡ് ഉപയോഗിച്ച് മാത്രമേ ലോഗിൻ ചെയ്യാൻ പറ്റുള്ളൂ. അത് മറ്റൊരു തേർഡ് പാർട്ടിക്കും ആക്സസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലായിരിക്കും അത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. യെസ്, അതിനാൽ തന്നെ പേഷ്യൻസിന്റെ ഇൻഫോർമേഷൻസ് എല്ലാം തന്നെ പേഷ്യൻസിന്റെ ഡാറ്റാബേസസ് കംപ്ലീറ്റ് എന്താണ് വളരെ സെക്യൂർ ആയിട്ടുള്ള മാനറിൽ സൂക്ഷിക്കാനുള്ള ഒരു സോഫ്റ്റ്വെയർ കൂടിയാണ് എന്ത് ഹെൽത്ത് കെയർ CRM എന്ന് പറയുന്നത്. ഓക്കെ, the CRM medical software can easily provide information report to the parties, patients through text, phone calls, or email from anywhere at any time. Furthermore, this information can also be used by hospitals to keep them informed on personalized care as type of marketing measures. CRM in healthcare not only stores patients' contact information, but also gives a comprehensive overview of their medical history, appointments, and prescriptions. നോക്കാം, ഇനി സോഫ്റ്റ്വെയറിനകത്ത് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ പറയുന്നത് കേട്ടോ. The CRM medical software can easily provide information referred to the patients through text, phone calls, or emails from anywhere at any time. ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പേഷ്യൻസിന് എന്തൊക്കെ ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും? ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ അല്ലെ, ജസ്റ്റ് ഫോൺ കോൾസിലൂടെ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് അല്ലെങ്കിൽ ഇമെയിൽ വഴി നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് ഏത് സമയത്ത് എന്താണ് പേഷ്യൻസുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും ഈസി ആയിട്ട് ഷെയർ ചെയ്യാനായിട്ട് സഹായിക്കുന്നു. Then this information can also be used by the hospitals to keep them informed on personalized care as type of marketing measures. ഇനി നമ്മള് ഹോസ്പിറ്റൽ ബിസിനസ് മേഖല തന്നെയാണല്ലോ ഇത്. അപ്പൊ ഹോസ്പിറ്റലിൽ ഇത്തരം ഡാറ്റാസ് നമ്മൾ സേവ് ചെയ്തിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അവർക്കൊരു പേഴ്സണലൈസ്ഡ് കെയർ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെ. ഹോസ്പിറ്റൽ പേഷ്യൻസ് സാറ്റിസ്ഫൈഡ് ആകുന്നതും അതോടൊപ്പം തന്നെ എന്താണ് പേഴ്സണലൈസ്ഡ് ആയിട്ട് അവരുടെ ഇൻഫർമേഷൻസ് സെക്യൂർഡ് ആണെന്ന് അവർക്ക് ഉറപ്പുവരുത്തുന്നതിനും കൂടിയിട്ടാണ് നമ്മൾ എന്ത് ഈ ഒരു സോഫ്റ്റ്വെയർ അവിടെ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതായത് പേഷ്യൻസിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് അവരുടെ എല്ലാ ഇൻഫോർമേഷൻസും റെക്കോർഡിക്കലി ഇവിടെ സേവ്ഡ് ആണ്, സെക്യൂർഡ് ആണ്. മറ്റൊരു പാർട്ടിക്കും തന്നെ എന്താണ് തേർഡ് പാർട്ടിക്ക് ഒന്നും ആക്സസ് ചെയ്യാത്ത രീതിയിലാണ് അത് ക്രിയേറ്റ് ചെയ്ത് സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ എന്താണ് പേഷ്യൻസ് വളരെയധികം സാറ്റിസ്ഫൈഡ് ആകുന്നത്. ഇതൊരു മാർക്കറ്റിംഗ് മെഷേഴ്സ് ആണ് അല്ലെ. ശരിക്കും പറഞ്ഞാൽ എന്താണ് പേഷ്യന്റ് മാർക്കറ്റിംഗ് മെഷേഴ്സ് നമ്മൾ സൂചിപ്പിക്കുന്നത്? എന്താണ് ആ ഹോസ്പിറ്റലിനോട് അത്രത്തോളം എന്താണ് ബിസിനസ് ആണ് ശരിക്കും അല്ലെ. ഹോസ്പിറ്റലിനോട് അത്രത്തോളം ആ പേഷ്യൻസ് എന്താണ് ആ ട്രസ്റ്റ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് നമ്മൾ ഇത്തരം സിസ്റ്റത്തില് പേഷ്യൻസ് കംപ്ലീറ്റ് ഇൻഫർമേഷൻസ് ആഡ് ചെയ്യുന്നതും സെക്യൂർ ആയിട്ട് സ്റ്റോർ ചെയ്യും. ഓക്കെ, CRM in healthcare not only stores patients' contact information, but it also gives a comprehensive overview of their medical history, appointments, and prescriptions. ഇനി ഇതിലെ പേഷ്യൻസിന്റെ എന്തൊക്കെ വിവരങ്ങളായിരിക്കും പ്രധാനമായിട്ട് ഉണ്ടാവുക? എന്തൊക്കെ വിവരങ്ങളായിരിക്കുള്ളൂ? പേഷ്യൻസിനെ കുറിച്ചുള്ള ഒരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഓവർവ്യൂ ഉണ്ടായിരിക്കും അല്ലെ. അതായത് എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും? അവരുടെ മെഡിക്കൽ ഹിസ്റ്ററി അല്ലെ, മെഡിക്കൽ ഹിസ്റ്ററീസ് ഉണ്ടായിരിക്കും, അപ്പോയിന്റ്മെന്റ്സ് ഡോക്ടേഴ്സിനെ അപ്പോയിന്റ്മെന്റ്സ് ഉണ്ടായിരിക്കും, മറ്റ് പ്രിസ്ക്രിപ്ഷൻസ്. ഇതെല്ലാം തന്നെ ഒരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു മാനറിലായിരിക്കും സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, അതായത് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും പേഷ്യൻസിന്റെ അല്ലെ. As well, in short, the availability of medical CRM helps the healthcare industry to offer instant service solutions and improve the overall performance of the hospital. എന്നിരുന്നാൽ എന്താണ് ഹോസ്പിറ്റലിൽ ഇത്തരം ഒരു സോഫ്റ്റ്വെയർ ഉള്ളത് കൊണ്ട് തന്നെ എന്താണ് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള സർവീസസുകൾ പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യാനും അവർക്ക് എന്തെങ്കിലും കംപ്ലൈൻസുകളോ റിക്വസ്റ്റ് ഒക്കെ അതുമായി ബന്ധപ്പെട്ടുള്ള സൊല്യൂഷൻസ് കൊടുക്കുന്നതിനും മൊത്തത്തിൽ ഹോസ്പിറ്റലിന്റെ ഒരു ഓവറോൾ ആയിട്ടുള്ള പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഈ ഒരു ഹെൽത്ത് കെയർ CRM ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം ഒഴിച്ചുകൂടാനാവാത്ത ഒരു സോഫ്റ്റ്വെയർ കൂടിയാണ് എന്താ ഹെൽത്ത് കെയർ CRM എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പേഷ്യൻസിന് ഏറ്റവും സേഫ് ആൻഡ് സെക്യൂർ മാനറിൽ സൂക്ഷിക്കാൻ പറ്റുന്ന അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ അവരെ സാറ്റിസ്ഫൈഡ് ആക്കുന്ന രീതിയിലുള്ള സേവനങ്ങളാണ് ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നത്. ഓക്കെ,
യെസ്, ഇവിടെ നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത് ഇതിന്റെ എക്സ്പാൻഷൻ പഠിക്കണം. പിന്നെ മെയിൻ ആയിട്ട് CRM-ന്റെ പ്രധാന ഡ്യൂട്ടി അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ എന്തിനെയാണ് ഉദ്ദേശിക്കുന്നത്? ഇസ് എ സിസ്റ്റം ഫോർ മാനേജിംഗ് റിലേഷൻഷിപ്പ് വിത്ത് കസ്റ്റമേഴ്സ്. ആ ഭാഗം ഒന്ന് അണ്ടർലൈൻ ചെയ്യാൻ അത് പഠിക്കണം കേട്ടോ. ഓക്കെ, ഇവിടെ എങ്ങനെയുള്ള ഇൻഫോർമേഷൻസ് ആണ് പേഷ്യൻസുമായി ബന്ധപ്പെട്ട് വരുന്നത്? മെഡിക്കൽ ഹിസ്റ്ററി, അപ്പോയിന്റ്മെന്റ്സ് ആൻഡ് പ്രിസ്ക്രിപ്ഷൻ എന്ന ഒരു ഭാഗം കൂടി അവിടെ അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ഓക്കെ, മനസ്സിലായോ CRM എന്താണ് സർ? നമ്മൾ പഠിക്കുന്നത് അഡ്വാൻറ്റേജസ് ആണ്. എന്തിന്റെ അഡ്വാൻറ്റേജ് ആണ് നമ്മൾ പഠിക്കുന്നത്? CRM-ന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഓക്കെ, അണ്ടർലൈൻ ചെയ്യേണ്ടത് ഈ ഇൻഫോർമേഷൻസ് ഏതൊക്കെയാണെന്ന്, പേഷ്യൻസിന്റെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഇൻഫോർമേഷൻസ് ഏതൊക്കെയാണെന്ന്. മെഡിക്കൽ ഹിസ്റ്ററി, അപ്പോയിന്റ്മെന്റ്സ് ആൻഡ് പ്രിസ്ക്രിപ്ഷൻസ്. ആ ഭാഗം അണ്ടർലൈൻ ചെയ്യാം. ഇനി CRM-ന്റെ അഡ്വാൻറ്റേജസ്, ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഇത്ര പോയിന്റ്സ് ഉണ്ട്, 8 പോയിന്റ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഓരോന്ന് നോക്കാം. ഫസ്റ്റ് പോയിന്റ് എന്താണ് പറയുന്നത്? Comprehensive patient management software can do all the tasks in relation with managing appointments. നിങ്ങളുടെ ടെക്സ്റ്റിൽ ഇവിടെ കോംപ്രഹെൻസീവ് തന്നെയാണ് കിടക്കുന്നത്. ഫസ്റ്റ് വേർഡ് കോംപ്രഹെൻസീവ് തന്നെയാണോ കിടക്കുന്നത്? ഓക്കെ, യെസ്. അപ്പോ ഈ ഒരു CRM സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ എന്താണ് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കാം? ടു ഓൾ ദ ടാസ്ക് ഇൻ റിലേഷൻ വിത്ത് മാനേജിങ് അപ്പോയിന്റ്മെന്റ്സ്. അല്ലെ, ഇതൊരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ തന്നെയാണ്. അതിനാൽ തന്നെ എന്താണ് പേഷ്യൻസിന്റെ കംപ്ലീറ്റ് ഇൻഫോർമേഷൻസ് അല്ലെങ്കിൽ മറ്റെല്ലാ ടാസ്കുകളും നമുക്ക് എന്താണ് പ്രത്യേകിച്ച് അപ്പോയിന്റ്മെന്റ്സ് കൃത്യമായിട്ട് മാനേജ് ചെയ്യാനായിട്ട്, ഡോക്ടേഴ്സിന്റെ അപ്പോയിന്റ്മെന്റ്സ് മാനേജ് ചെയ്യാനായിട്ട് എന്ത് സഹായിക്കുന്നുണ്ട്? CRM സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ തന്നെ എന്താണ് അപ്പോയിന്റ്മെന്റ്സുകൾ മാനേജ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. ഓക്കെ, അപ്പോയിന്റ്മെന്റ്സുകൾ കൈകാര്യം ചെയ്യാനായിട്ട് ഈ ഒരു സോഫ്റ്റ്വെയർ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതൊരു ഗുണമായിട്ട് നമുക്ക് പറയാം, അതൊരു അഡ്വാൻറ്റേജസ് ആയിട്ട് പറയാവുന്നതാണ്. ഓക്കെ, ഇനി ഈ ഒരു സോഫ്റ്റ്വെയർ ഹോസ്പിറ്റലിലെ ഒരു ഡിപ്പാർട്ട്മെന്റിൽ മാത്രമായിരിക്കും ഉണ്ടാവുന്നത്? ഇത് ഉപയോഗിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് മാത്രമായിരിക്കും ഹോസ്പിറ്റലിൽ ഉണ്ടാവുക? അല്ല, അല്ലെ? ഓൾ ഡിപ്പാർട്ട്മെന്റ്സ് എന്താണ് ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് പ്രവർത്തിക്കുന്നത്, അല്ലെ? യെസ്. അപ്പൊ അതിനാൽ തന്നെ എന്താണ് നമ്മൾ പറയുന്നത്? മൾട്ടി ഡിപ്പാർട്ട്മെന്റ് കൊളാബറേഷൻ. Multi-department collaboration. A hospital or private practice has many departments that must work in agreement to provide the best patient experience. So, ഇവിടെ എന്താ പറയുന്നത്? മൾട്ടി ഡിപ്പാർട്ട്മെന്റ് കൊളാബറേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് എന്തിനായിരിക്കാം? ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് അവിടെ പ്രാക്ടീസ് ചെയ്യുന്ന പല ഡിപ്പാർട്ട്മെന്റ്സുകളുണ്ട്, അല്ലെ? പല ഡിപ്പാർട്ട്മെന്റ്സിൽ പല രീതിയിലുള്ള വർക്ക്സുകൾ നടക്കുന്നുണ്ട്, പല രീതിയിലുള്ള ട്രീറ്റ്മെന്റ്സും കാര്യങ്ങളെല്ലാം തന്നെയാണ് നടക്കുന്നത്, അല്ലെ? അപ്പൊ എന്താണ് നമ്മുടെ എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിലും ഈ ഒരു സോഫ്റ്റ്വെയറിന്റെ സാന്നിധ്യം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് പേഷ്യൻസിന് നല്ലൊരു എക്സ്പീരിയൻസുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് എന്ത് പറയുന്നത്? മൾട്ടി ഡിപ്പാർട്ട്മെന്റ് കൊളാബറേഷൻ ആണ് CRM സോഫ്റ്റ്വെയർ കൈകാര്യം ചെയ്യുന്നത്. ഓൾ ഡിപ്പാർട്ട്മെന്റ്സിൽ എന്താണ് വ്യത്യസ്ത രീതിയിലുള്ള പേഷ്യൻസ് എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യാനും പേഷ്യൻസിന്റെ ഡാറ്റാസ് കംപ്ലീറ്റ് എന്താണ് വളരെ സെക്യൂർ ആയിട്ടുള്ള മാനറിലെ ഓർഗനൈസ് ചെയ്ത് സൂക്ഷിക്കാനായിട്ടും ഈ ഒരു സോഫ്റ്റ്വെയർ സഹായിക്കുന്നുണ്ട് കേട്ടോ. മനസ്സിലായോ സെക്കൻഡ് പോയിന്റ്? And third one, CRM system can also collect and organize report that will be beneficial as a healthcare organization. These reports can be regarding patient requests or complaints, referrals, or internal issues like medical equipment's malfunctioning. Okay. ഇനി ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ സംബന്ധിച്ചിടത്തോളം ഈ സോഫ്റ്റ്വെയർ വേറെ രീതിയിലൊക്കെ നമുക്ക് അപ്പോയിന്റ്മെന്റ്സും പേഷ്യൻസിന്റെ ഡീറ്റെയിൽസും മാത്രമല്ല കൈകാര്യം ചെയ്യുന്നത്. മറ്റു രീതിയിൽ എന്തൊക്കെയാണ്? അതായത് ഇപ്പൊ പേഷ്യൻസിന് എന്തെങ്കിലും തരത്തില്
കംപ്ലൈൻസുകളോ റിക്വസ്റ്റ് മീൻസ് എന്താണ് അഭ്യർത്ഥനകൾ അല്ലെ, അല്ലെങ്കിൽ ഫീഡ്ബാക്ക് അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റു റെഫറൻസ് ആവശ്യമാണോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇന്റേണൽ ഇഷ്യൂസ്, ഇപ്പൊ എന്തെങ്കിലും ഒരു ചികിത്സയുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റൽ വന്നതിന് ശേഷം ചിലപ്പോൾ എന്താണ് ഏതെങ്കിലും മെഡിക്കൽ എക്യുപ്മെന്റ്സ്, മെഡിക്കൽ ഉപകരണങ്ങൾ എന്തെങ്കിലും നോർമൽ ഫംഗ്ഷനിങ് അല്ലാതെ മോശമായിട്ട് ഡാമേജ്ഡ് ആയിട്ടുള്ള ഉപകരണങ്ങളാല് ഉപയോഗിച്ചിട്ടുണ്ടെന്നൊക്കെ നമ്മള് പേഷ്യൻസിന് അത് അറിയാൻ സാധിച്ചില്ല, അല്ലെങ്കിൽ അവർക്ക് ചികിത്സ കൊടുക്കുന്ന സമയത്ത് അത് പ്രോപ്പറായിട്ട് ആ ഉപകരണം പ്രവർത്തിക്കുന്നില്ല എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്താണ് അതുമായി ബന്ധപ്പെട്ടൊക്കെ എന്താണ് പേഷ്യൻസിന് എന്തെങ്കിലും കംപ്ലൈന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത്തരം ഇഷ്യൂസ്, അത്തരം ഡീറ്റെയിൽസ് നമുക്ക് എന്താണ് ഈ സോഫ്റ്റ്വെയറിൽ ഇതിൽ ഉപയോഗിച്ചുകൊണ്ട് അത്തരം കമന്റ്സുകളും ഫീഡ്ബാക്സ് ഒക്കെ നമുക്ക് എന്താണ് ഈ സിസ്റ്റത്തിൽ നമുക്ക് എന്താണ് അത് ക്യാച്ച് ചെയ്യാനായിട്ടുള്ള ഒരു ഫോർമാറ്റ് ഉണ്ട്. ആ ഫോർമാറ്റിൽ എന്താണ് പേഷ്യൻസിന് ഇത്തരം ഇഷ്യൂസിനെ കുറിച്ചിട്ടുള്ള കംപ്ലൈന്റ്സും കാര്യങ്ങളൊക്കെ കൊടുക്കാവുന്നതാണ്. അതിനനുസരിച്ച് എന്താണ് പേഷ്യൻസിന്റെ ആ ഒരു എന്താ പറയാ ഫീഡ്ബാക്സ് അനുസരിച്ചിട്ട് തന്നെയാണ് ഇനി ബാക്കിയുള്ള മറ്റ് മെറ്റീരിയൽസ്, അതായത് അവർക്ക് ഇനി എന്താണ് അത് മാറ്റണമെങ്കിൽ അല്ലെങ്കിൽ എന്താ പറയാ ആ ഫീഡ്ബാക്കിൽ കറക്റ്റ് ആയിട്ട് നമുക്ക് അറിയാൻ പറ്റും എന്താണ് കംപ്ലൈന്റ്സ് എന്നുള്ളത്. ആ കംപ്ലൈന്റ്സ് അനുസരിച്ച് എന്താണ് ആ കംപ്ലൈന്റ് മാറ്റി ഹോസ്പിറ്റലിൽ നല്ല രീതിയിലൊരു സേവനം കൊടുക്കാനായിട്ടും എന്താണ് ഈ ഒരു സോഫ്റ്റ്വെയർ ഹെൽപ്പ് ചെയ്യുന്നത്. അതായത് പേഷ്യൻസിന്റെ കംപ്ലൈന്റ്സ് നോക്കിക്കഴിഞ്ഞാൽ, അതായത് അറിയാൻ പറ്റില്ല ഇപ്പൊ എക്യുപ്മെന്റ്സിന്റെ മാത്രമല്ല, ഇപ്പൊ കസ്റ്റമർ സർവീസസ് കൊടുക്കുന്ന ഏതെങ്കിലും സേവനങ്ങളിൽ എന്തെങ്കിലും മോശമായിട്ടുള്ള ബിഹേവിയർ ഉണ്ടെങ്കിലും എന്താണെങ്കിൽ കൂടി, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അഭ്യർത്ഥനകളൊക്കെ ഉണ്ടെങ്കിൽ കൂടി എന്താണ് ഈ ഒരു സിസ്റ്റത്തിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് ആ റിപ്പോർട്ട്സുകൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും. അതിനനുസരിച്ചിട്ട് വേണ്ട ഫർദർ ആയിട്ടുള്ള മെഷേഴ്സുകൾ സ്വീകരിച്ചിട്ട് ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും ഈ സോഫ്റ്റ്വെയർ സഹായിക്കുന്നുണ്ട്. ഓക്കെ, yes. Then save time and resource. Each doctor and nurse at your hospital or private practice and can automate their calendars with the CRM software. ഇനി ഇത് ഹെൽപ്ഫുൾ ആവുന്നത് ഡോക്ടേഴ്സിനും നഴ്സിനുമാണ്. എന്തൊക്കെ കാര്യങ്ങളിലാണ് ഇത് ഹെൽപ്ഫുൾ ആവുന്നത് അവർക്ക്? സേവ് ടൈം ആൻഡ് റിസോഴ്സസ്. Each doctor and nurse at your hospital or private practice can automate their calendars with CRM software. ഡോക്ടേഴ്സിനെ നഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കലണ്ടേഴ്സ് അവർക്ക് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. എന്താണ് കലണ്ടേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ? കലണ്ടേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്തിനെയാണ്? ഒരു ടൈം ഷെഡ്യൂൾ കാര്യങ്ങൾ അല്ലെ, അവരുടെ ഡേറ്റ്സ്, ടൈം ഷെഡ്യൂള്, സെഗ്മെന്റ്സുകൾ, അവരുടെ ഫേസസ്, ഇതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് എന്താണ് അത് അറേഞ്ച് ചെയ്യാനും അതിനനുസരിച്ച് അതിന്റെ നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ എന്താണ് അവർക്ക് കൃത്യമായിട്ട് അറിയാനായിട്ടും സാധിക്കും. അതിന് ഇപ്പൊ കലണ്ടേഴ്സിൽ മാർക്ക് ചെയ്യുന്നതിനനുസരിച്ച് ഇപ്പൊ പ്രത്യേകിച്ച് പേഷ്യന്റ് ഷെഡ്യൂളിംഗ് ആവട്ടെ, അല്ലെങ്കിൽ ഇവരുടെ തന്നെ എന്താണ് മറ്റെന്തെങ്കിലും പ്രൊസീജിയേഴ്സുകൾ, ഇപ്പോ സർജറീസുമായി ബന്ധപ്പെട്ട് അങ്ങനെ എന്ത് കാര്യങ്ങളാണെങ്കിൽ എന്താണ് അതിന്റെ ടൈം ഷെഡ്യൂളും കാര്യങ്ങളൊക്കെ എന്താണ് കൃത്യമായിട്ട് അവർക്ക് എന്താണ് ആക്സസ് ചെയ്യാനായിട്ട് ഈ ഒരു സോഫ്റ്റ്വെയർ അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നഴ്സിനെയും ഡോക്ടേഴ്സിനെയും ഒരേപോലെ തന്നെ എന്താണ് ഹെൽപ്പ് ചെയ്യുന്നതോടൊപ്പം തന്നെ എന്താണ് അവർക്ക് ഒരുപാട് സമയം എടുക്കേണ്ടി വരുന്നില്ല അല്ലെ. അപ്ഡേഷൻ കിട്ടുന്നത് കൊണ്ട് തന്നെ കൃത്യസമയത്ത് തന്നെ പല കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനായിട്ടും ഇത് സഹായിക്കുന്നുണ്ട്. ഓക്കെ, മനസ്സിലായോ? Then reduce errors in medical bills. Reduce errors in medical bills. മെഡിക്കൽ ബില്ലിലെ എററുകൾ, പിശകുകൾ, മിസ്റ്റേക്കുകൾ കുറയ്ക്കാനായിട്ട് സോഫ്റ്റ്വെയർ സഹായിക്കുന്നു അല്ലെ. നമ്മൾ സിസ്റ്റത്തിൽ ചെയ്തു കൊടുക്കുന്നത് കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലും എറർ വന്നാൽ തന്നെ എന്താണ് അത് ഓൾറെഡി സോഫ്റ്റ്വെയറിൽ നമുക്ക് കാണിക്കുകയും ചെയ്യും. എന്താണ് എറേഴ്സ് കൃത്യമായിട്ട് നമുക്ക് ചെക്ക് ചെയ്യാനും മിസ്റ്റേക്കുകൾ ഇല്ലാതെ തന്നെ നമുക്ക് മെഡിക്കൽ ബിൽസുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ടും സഹായിക്കും. ഓക്കെ, ഇപ്പൊ മെഡിക്കൽ ബിൽസുകളിലെ എറർ കുറയ്ക്കാനായിട്ട് CRM സോഫ്റ്റ്വെയർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, then improve communication. Improve communication. Email automation or SMS make sure that timely response are sent to a patient inbox after they take action in some way. Communication improve ചെയ്യുന്നുണ്ട്. ഏതൊക്കെ രീതിയിലാണ് communication improve ചെയ്യുന്നത്? ആരൊക്കെ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ആണ് ഇവിടെ ഇംപ്രൂവ് ചെയ്യുന്നത്?
പേഷ്യൻസുമായിട്ടുള്ള ഹോസ്പിറ്റൽ സെറ്റിംഗ്സും പേഷ്യൻസുമായിട്ടുള്ള ഇൻഫോർമേഷൻസ് അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആയിട്ട് നടത്താനായിട്ട് ഈ ഒരു സോഫ്റ്റ്വെയർ ഹെൽപ്പ് ചെയ്യുന്നത്. അതായത് പേഷ്യൻസിന്റെ ഇൻബോക്സിലേക്ക് അയക്കുന്ന എന്തെങ്കിലും മെസ്സേജസുകൾ കൃത്യമായിട്ട് റെസ്പോൺസ് കൊടുക്കാൻ, പേഷ്യൻസ് അയക്കുന്ന എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്ക് റിപ്ലൈ കൊടുക്കാനായിട്ട് അല്ലെ പേഷ്യൻസിന്റെ ഇൻബോക്സിലേക്ക് കൃത്യമായിട്ട് ടൈംലി തന്നെ എന്താണ് കൃത്യമായ റിപ്ലൈ കൊടുക്കാനായിട്ട് ഇൻബോക്സിലേക്ക് സാധിക്കും. ഈ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത് കൊണ്ട് മാത്രമാണ് നമുക്ക് അത്തരത്തില് ഈസി ആയിട്ട് അത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യുന്നതോടൊപ്പം തന്നെ പേഷ്യൻസിന് കൃത്യമായിട്ട് അപ്ഡേറ്റ്സുകൾ അറിയാൻ സാധിക്കും. അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും നോട്ടിഫിക്കേഷൻസോ വാക്സിനേഷൻസുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങള് എന്താണ് അല്ലെങ്കിൽ ഡോക്ടേഴ്സിന്റെ അവൈലബിലിറ്റി ഒന്നുമായി ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങളാണെങ്കിലും എന്താണ് അവര് എന്ത് ഇൻഫോർമേഷൻ എന്ത് മെസ്സേജസ് അയച്ചു കഴിഞ്ഞാൽ SMS അയച്ചു കഴിഞ്ഞാൽ പോലും എന്താണ് അതുമായി ബന്ധപ്പെട്ടുള്ള റിപ്ലൈസ് അവർക്ക് എന്താണ് ഉടനടി കൊടുക്കാനായിട്ട് സോഫ്റ്റ്വെയർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, മനസ്സിലായോ? CRM software will allow you to segment your patient based on their health issues, location, age, gender. CRM software will allow your segment. Segment means ഓരോ ഘട്ടങ്ങൾ എന്നാണ് പറയുന്നത്. സെഗ്മെന്റ് ചെയ്യാന്ന് പറയില്ല നമ്മള്. അതായത് എന്താണ് ഇവിടെ അലോ ചെയ്യുന്നത് പേഷ്യൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള സെഗ്മെന്റ് അല്ലെങ്കിൽ പാർട്ട് എന്നൊക്കെ പറയും നമ്മള്. പാർട്ട്, ഭാഗം എന്നൊക്കെ പറയില്ലേ. അതില് ഓരോ പ്രാവശ്യം ഇപ്പൊ പേഷ്യൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓരോ കാര്യങ്ങൾ പ്രത്യേകം ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഹെൽത്ത് ഇഷ്യൂസ് എന്ന് പറയുന്നുണ്ട്, അതേപോലെ തന്നെ ലൊക്കേഷൻ, ഏജ്, ജെൻഡർ. ഹെൽത്ത് ഇഷ്യൂസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരുന്നുണ്ട് അതില്? ഹെൽത്ത് ഇഷ്യൂസ് ഡയബറ്റീസ് ആയിട്ടുള്ള പേഷ്യൻസ് ആണെങ്കിൽ ഹാർട്ട് ഇഷ്യൂസ് ഉള്ള പേഷ്യൻസ് ആണെങ്കിൽ അവരുടെയൊക്കെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ അല്ലെങ്കിൽ അവരുടെ അവരെ ട്രാക്ക് ചെയ്യാൻ പറ്റും നമുക്ക്, അവരുടെ ആരോഗ്യനില എങ്ങനെയാണ് എന്നുള്ളത്. അങ്ങനെ അത്തരം ക്രോണിക് ഇഷ്യൂസ് കൈകാര്യം ചെയ്യുന്ന പേഷ്യൻസ് ആണ്. ക്രോണിക് ഇഷ്യൂ അല്ല, ഇത്തരം ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യൻസ് അല്ലെങ്കിൽ ഹാർട്ട് സംബന്ധമായിട്ട് അങ്ങനെയുള്ള രോഗികളൊക്കെ ആണെങ്കിൽ അവരുടെയൊക്കെ അപ്ഡേറ്റ്സുകളൊക്കെ നമുക്ക് ഈ സോഫ്റ്റ്വെയറിൽ കൃത്യമായിട്ട് നോട്ടിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ അവരുടെ പ്രസന്റ് ലൊക്കേഷൻസ്, അവരെവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്, അവരുടെ ഏജ്, ജെൻഡർ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്താണ് ഈ ഒരു സോഫ്റ്റ്വെയർ അലോ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഓക്കെ, യെസ്. ലൊക്കേഷൻ ഉദ്ദേശിക്കുന്നത് വേർ ദേ ലീവ്, അവരെവിടെയാണുള്ളത് എന്ന് അറിയാനാണ് കേട്ടോ. ഇൻ കേസ് ഈ ഒരു സമയത്ത് തന്നെ ഹെൽത്ത് ഇഷ്യൂസിൽ എന്തെങ്കിലും വേരിയേഷൻസ് കാണിക്കുന്ന പേഷ്യൻസ് ആണെങ്കിൽ എന്താണ് അപ്പൊ തന്നെ ആ ഇൻഫർമേഷൻസ് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. അവർ പറയുന്ന അപ്ഡേറ്റ്സുകൾ അനുസരിച്ചിട്ട് പേഷ്യൻസിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് സോഫ്റ്റ്വെയറിൽ തന്നെ അവര് പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് എന്താണ് അതിന്റെ റെസ്പോൺസ് കൃത്യമായിട്ട് അറിയാനായിട്ട് സാധിക്കും. Then it also connect from front office and back office function. ഇപ്പൊ CRM സോഫ്റ്റ്വെയർ ഫ്രണ്ട് ഓഫീസിലും ബാക്ക് ഓഫീസിലും ഒരേപോലെ തന്നെ കണക്ട് ചെയ്ത് പ്രവർത്തിക്കുന്നു. ഫ്രണ്ട് ഓഫീസ് എന്താണെന്ന് നമുക്കറിയാം. എന്താണ് ബാക്ക് ഓഫീസ് എന്ന് പറയുന്നത്? എന്തൊക്കെ ഫങ്ഷൻസ് ആണ് ബാക്ക് ഓഫീസിൽ നടക്കുന്നത്? ബാക്ക് ഓഫീസിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ ആരെങ്കിലും ഇതുവരെ ബാക്ക് ഓഫീസ് പ്രവർത്തനങ്ങൾ കണ്ടിട്ടുണ്ടോ? ഹോസ്പിറ്റലിൽ പോയിട്ട് ഫ്രണ്ട് ഓഫീസുകൾ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ അല്ലെ? ഫ്രണ്ട് ഓഫീസുകൾ മാത്രമേ നമ്മള് ഡയറക്റ്റ് ആയിട്ട് കണ്ടിട്ടുള്ളൂ, സംസാരിച്ചിട്ടുള്ളൂ അല്ലെ? യെസ്. അപ്പോ ബാക്ക് ഓഫീസ് എന്ന് പറയുന്നത് എന്താണ്? ഫിനാൻഷ്യൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന ഒരു കോർഡിനേഷൻ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് എന്താ ബാക്ക് ഓഫീസുകൾ എന്ന് പറയുന്നത്. ഫിനാൻഷ്യൽ ആയിട്ടും അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഡീൽ ചെയ്യുന്നത്. അവരൊരിക്കലും എന്താണ് കസ്റ്റമേഴ്സുമായിട്ട് നേരിട്ടുള്ള ഡീലിങ്സ് അവർ ഏർപ്പെടുന്നത്. ഓക്കെ, കസ്റ്റമേഴ്സുമായിട്ട് എന്താണ് നേരിട്ട് കാണുന്നില്ല. ഫങ്ഷൻസ് ഇവരെന്താണ് കൈകാര്യം ചെയ്യുന്നത്? അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ളതും അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ആയി മറ്റുള്ള കാര്യങ്ങൾ മാത്രമാണ് ബാക്ക് ഓഫീസിൽ കൈകാര്യം ചെയ്തത്. ഇപ്പോൾ ബാക്ക് ഓഫീസിലും ഫ്രണ്ട് ഓഫീസിലും ഒരേപോലെ തന്നെ ഈ ഒരു CRM സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്നത്. ഓക്കെ, അപ്പൊ രണ്ട് ഫങ്ഷൻസുമായിട്ട് അല്ലെങ്കിൽ ബാക്ക് ഓഫീസുമായിട്ടും ഫ്രണ്ട് ഓഫീസ് ഫങ്ഷൻസുമായിട്ടും CRM സോഫ്റ്റ്വെയർ കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. ഓക്കെ, അപ്പൊ രണ്ട് രീതി ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫുകൾക്കും ബാക്ക് ഓഫീസ് സ്റ്റാഫുകൾക്കും ഒരേപോലെ തന്നെ എന്താണ് ഗുണകരമായിട്ടുള്ള സർവീസസുകളാണ് ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് സാധ്യമാകുന്നത് കേട്ടോ. നമ്മൾ അഡ്വാൻറ്റേജസ് ആണ് പഠിച്ചത്. ഇതിനെ കുറിച്ചുള്ളതാണ് CRM സോഫ്റ്റ്വെയറിനെ കുറിച്ചുള്ള അഡ്വാൻറ്റേജസ് ആണ് പഠിച്ചത്. ജസ്റ്റ് ബ്രീഫ് ചെയ്ത് പറയാം.
ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്താണ് അപ്പോയിന്റ്മെന്റ്സിൽ ഹോസ്പിറ്റലിലെ മറ്റു ടാസ്കുകളെല്ലാം തന്നെ കൃത്യമായിട്ട് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഇതൊരു മൾട്ടി ഡിപ്പാർട്ട്മെന്റ് കൊളാബറേഷൻ ആണ്. അതായത് ഹോസ്പിറ്റലിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിനും കൂടി ഒരുമിച്ച് പ്രവർത്തിക്കുന്ന രീതിയിലാണ് ഇത് കോർഡിനേറ്റ് ചെയ്തിരിക്കുന്നത്. അതിനാൽ തന്നെ നമുക്ക് പേഷ്യൻസിന് നല്ലൊരു എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. ഇനി എന്താ പറയുന്നത്, പേഷ്യൻസിന്റെ എന്തെങ്കിലും തരം റിക്വസ്റ്റുകൾ, കംപ്ലൈന്റ്സ്, റെഫറൽസ്, മറ്റ് ഇന്റേണൽ ഇഷ്യൂസ്, അതായത് മെഡിക്കൽ എക്യുപ്മെന്റ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് തകരാറുകളെ കുറിച്ച് എന്ത് തരം കംപ്ലൈന്റ്സ് ആണെങ്കിൽ അതിന്റെയൊക്കെ റിപ്പോർട്ട്സുകൾ കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്യാനും അതിന്റെ ആൻസേഴ്സ് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യാനും ഈ ഒരു സോഫ്റ്റ്വെയർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ നഴ്സിനെയും ഡോക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഷെഡ്യൂളുകൾ, അവരുടെ കലണ്ടേഴ്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ, അതായത് അവരുടെ ടൈം ഷെഡ്യൂൾ, ഡേറ്റ് കാര്യങ്ങളെല്ലാം തന്നെ മാനേജ് ചെയ്യാനായിട്ടുള്ളത് ടൈം സേവ് ചെയ്തുകൊണ്ട് തന്നെ എന്താണ് വളരെ റിസോഴ്സ്ഫുൾ ആയിട്ട് കൈകാര്യം ചെയ്യാൻ ഈ സോഫ്റ്റ്വെയർ ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ എന്താണ് മെഡിക്കൽ ബിൽസ് യാതൊരു പിശകുകളോ ഒന്നും വരാതെ തന്നെ നമുക്ക് കാര്യക്ഷമമായിട്ട് എഫിഷ്യന്റ് ആയിട്ട് തന്നെ മെഡിക്കൽ ബിൽസുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. പിന്നെ ഇംപ്രൂവ് കമ്മ്യൂണിക്കേഷൻ, ആരൊക്കെ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ആണ് ഇവിടെ ഇംപ്രൂവ് ചെയ്യുന്നത്? പ്രത്യേകിച്ച് ഗിൽവേ ഓട്ടോമേഷൻ അല്ലെങ്കിൽ SMS സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് എന്താണ് പേഷ്യൻസ് ആവശ്യപ്പെടുന്ന ചോദ്യങ്ങൾ അല്ലെങ്കിൽ പേഷ്യൻസിന്റെ കൃത്യമായിട്ടുള്ള ചോദ്യങ്ങൾക്ക് അവരുടെ ഇൻബോക്സിലേക്ക് ക്വിക്ക്ലി നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ എന്താണ് അതിനുള്ള മറുപടിയൊക്കെ കൊടുക്കാനായിട്ട് സോഫ്റ്റ്വെയർ സഹായിക്കുന്നതിനാൽ തന്നെ പേഷ്യൻസും ഹെൽത്ത് കെയർ സെറ്റിംഗ്സും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ചാനലിലൂടെ നടത്താനായിട്ട് സഹായിക്കുന്നു. Then CRM software will allow your segment, അല്ലെ, ഓരോ പേഷ്യൻസിനെ സംബന്ധിച്ചും നമുക്ക് സെഗ്മെന്റ് അറേഞ്ച് ചെയ്യാനായിട്ട്, പ്രത്യേകിച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള പേഷ്യൻസ് ആണെങ്കിൽ, പ്രത്യേകിച്ച് അവരുടെ ഹെൽത്ത് ഇഷ്യൂസ് എന്ന് വെച്ചാൽ ഡയബറ്റിക് പേഷ്യന്റോ ഹാർട്ട് ഇഷ്യൂസ് ആയിട്ട് മറ്റെന്തെങ്കിലും പേഷ്യൻസ് ആണെങ്കിൽ തന്നെ എന്താണ് അവരുടെ സെഗ്മെന്റ്സുകൾ അറേഞ്ച് ചെയ്യാനും അവർ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്, പ്രസന്റ് ലൊക്കേഷൻ എവിടെയാണ്, ഏജ്, ജെൻഡർ മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യാനും ട്രാക്ക് ചെയ്യാനും ഒക്കെ ഈ ഒരു സോഫ്റ്റ്വെയർ സഹായിക്കും. മാത്രമല്ല ഫ്രണ്ട് ഓഫീസും ബാക്ക് ഓഫീസുമായിട്ടുള്ള ഫങ്ഷൻസ് കണക്ട് ചെയ്തിട്ടാണ് CRM സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണോ അഡ്വാൻറ്റേജസ്? ഇപ്പൊ നമ്മൾ പഠിച്ച CRM സോഫ്റ്റ്വെയറിന്റെ ഒരു ഫോർമാറ്റ് സാമ്പിൾ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. കാണാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾ ടെക്സ്റ്റിലോ കേട്ടോ, വിസിബിൾ അല്ലല്ലേ? CRM സോഫ്റ്റ്വെയറിന്റെ ഒരു സാമ്പിൾ അതിന് താഴെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഒരു പിക്ചർ കണ്ടില്ലേ? ടെക്സ്റ്റിൽ നോക്കിയാൽ മതി. അതിൽ എന്തൊക്കെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്? പേഷ്യൻസിന്റെ മെഡിക്കൽ ഹിസ്റ്ററി ഉണ്ട്, പിന്നെ എന്താണ് ഡേറ്റ് റിസീവ്ഡ്, നെയിം, പേഷ്യൻസിന്റെ ഡേറ്റ് അല്ലെങ്കിൽ പിന്നെ ടൈം വരെ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്, ടൈം കൊടുത്തിട്ടുണ്ട്, പേഷ്യന്റിന്റെ നെയിം, ജെൻഡർ, ഡേറ്റ് ഓഫ് ബർത്ത്, അഡ്രസ്, സിറ്റി, സ്റ്റേറ്റ്, പിൻകോഡ്. സിപ്പ് കോഡാണ്. സിപ്പ് കോഡ് എന്ന് പറഞ്ഞത് കോഡ് യൂസ് ചെയ്യാൻ സോഫ്റ്റ്വെയറിൽ നമ്മൾ പേഷ്യൻസുമായി ബന്ധപ്പെട്ട് വരുന്ന ക്വാളിഫിക്കേഷൻസ് വരുന്നതാണ് കേട്ടോ. പിന്നെ ആളുടെ മെഡിക്കേഷൻസ് വിവരങ്ങൾ, ഡ്രഗ് പ്രിസ്ക്രിപ്ഷൻ, ഏതൊക്കെ മരുന്നുകളാണ് കൊടുത്തിരിക്കുന്നത്, ദെൻ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഏത് ഡോക്ടറാണ് റെഫർ ചെയ്തിരിക്കുന്നത്, ഏതൊക്കെ മെഡിക്കേഷൻസ് ആണ്, ലാസ്റ്റ് കണ്ട ഡേറ്റ്, പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇതിനനുസരിച്ചിട്ടാണ് അവിടെ ഈ ഒരു സോഫ്റ്റ്വെയർ ഒരു പേഷ്യൻസ്, ഓരോ പേഷ്യൻസിന്റെ ഡീറ്റെയിൽസ് നമ്മൾ ഈ രീതിയിലായിരിക്കും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും കേട്ടോ. മനസ്സിലായോ? ക്ലിയർ ആണോ നിങ്ങൾക്ക്? അടുത്ത പേജ് തന്നെ അതിന്റെ അപ്പോയിന്റ്മെന്റ്സിന്റെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അടുത്ത പേജ് തന്നെ അപ്പോയിന്റ്മെന്റ്സിന്റെ ഒരു പേജ് കൊടുത്തിട്ടുണ്ട്. അതായത് അപ്പോയിന്റ്മെന്റ് ഡീറ്റെയിൽസ്, മെമ്പർഷിപ്പ് ID, നെയിം, ഡേറ്റ്, ടൈം, ടൈപ്പ് ഓഫ് സർവീസസ്, ഏത് സർവീസസ് ആണ് നമുക്ക് ഇവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അതിനനുസരിച്ച് അത് ക്ലിക്ക് ചെയ്ത് നമുക്ക് ആ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് നമുക്ക് അപ്പോയിന്റ്മെന്റ് എടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, യെസ്. യെസ്, ഓക്കെ. ഇതൊന്ന് ജസ്റ്റ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഈ പേജസ് ഇല്ലേ, അതായത് CRM സോഫ്റ്റ്വെയറിന്റെ പേജ് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള പിക്ചർ ആണ്, അല്ലാതെ ഇതിലൊന്നും പഠിക്കാനൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. ഓക്കെ, ക്ലിയർ? ഇതിലെ 2 പോയിന്റ്സ് ഒന്നുകൂടി പറയാം കേട്ടോ. വൈറ്റൽ ഫംഗ്ഷൻ ഓഫ് ഫ്രണ്ട് ഓഫീസ്.
അതായത് പ്രധാനമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഫങ്ഷൻസ് എന്തൊക്കെയാണ് ഒരു ഫ്രണ്ട് ഓഫീസിനെ സംബന്ധിച്ചിടത്തോളം? ടു ഐഡന്റിഫൈ ആൻഡ് അനലൈസ് കസ്റ്റമർ നീഡ്സ് ആൻഡ് പ്രോബ്ലംസ്. എന്താണ് വരുന്ന പേഷ്യൻസിനെ അവരുടെ കസ്റ്റമേഴ്സിന്റെ പ്രോബ്ലംസ് എന്താണ്, അവരുടെ ആവശ്യകത എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്ത് അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ? വരുന്ന പേഷ്യൻസിന്റെ ബുദ്ധിമുട്ടുകൾ എന്താണ്, അവർക്ക് എന്താണ് ആവശ്യമെന്ന് തിരിച്ചറിയുന്നതാണ് ഏറ്റവും വലിയൊരു ഫങ്ഷൻ എന്ന് പറയുന്നത്, ഡ്യൂട്ടി എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. ഓക്കെ, ചിലപ്പോൾ അവർക്ക് പല പ്രോബ്ലംസ് ഉള്ള പേഷ്യൻസ് ആയിരിക്കാം. അത് ഇതൊക്കെ എന്താണ് അവരുടെ ആവശ്യകത, അതിനനുസരിച്ചിട്ട് നമുക്ക് അവരെ ട്രീറ്റ് ചെയ്യാനായിട്ട് സാധിക്കണം. അതാണ് അവരുടെ ആദ്യത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്, ടു ഐഡന്റിഫൈ ആൻഡ് അനലൈസ് കസ്റ്റമർ നീഡ്സ് ആൻഡ് പ്രോബ്ലംസ്. Then second one, recognize the most common reason for customer complaints. Recognize the most common reason for customer complaints. നമുക്ക് പല വിധത്തിലുള്ള കംപ്ലൈന്റ്സുകൾ വരാറുണ്ട് അല്ലെ? ഫ്രണ്ട് ഓഫീസിനെ സംബന്ധിച്ച് കംപ്ലൈന്റ്സുകൾ വരുന്ന സമയത്ത് അതിന്റെ മോസ്റ്റ് ഓഫ് റീസൺ എന്താണ്, കോമൺ ആയിട്ടുള്ള റീസൺ എന്താണെന്ന് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യുമ്പോൾ ഒരേ പല പേഷ്യൻസും ഒരേ കാരണങ്ങൾ ഒരേ സെയിം പ്രോബ്ലം തന്നെ പറയുന്നവരുണ്ടാവും അല്ലെ? അപ്പൊ അതായിരിക്കും കോമൺ ആയിട്ടുള്ള റീസൺ, അല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ള പ്രോബ്ലം അതായിരിക്കും. അപ്പൊ അത് കൃത്യമായിട്ട് നമുക്ക് എന്താണ് റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് ഓരോ ഫ്രണ്ട് ഓഫീസിനും സാധിക്കണം. അതായത് കസ്റ്റമർ തരുന്ന കംപ്ലൈന്റ്സിലെ മോസ്റ്റ് കോമൺ പ്രോബ്ലം എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റും. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, വൈറ്റൽ ഫങ്ഷൻസിൽ രണ്ട് ഫങ്ഷൻസ് ആണ് പറഞ്ഞു തന്നത്. കസ്റ്റമേഴ്സിന്റെ പ്രോബ്ലംസ്, നീഡ്സ്, അവരുടെ പ്രോബ്ലംസ് ആണ്, നീഡ്സ് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ അനലൈസ് ചെയ്ത് ഐഡന്റിഫൈ ചെയ്യാം. അതോടൊപ്പം തന്നെ എന്താണ് കസ്റ്റമേഴ്സ് തന്നെ കംപ്ലൈന്റ്സിൽ മോസ്റ്റ് കോമൺ റീസൺ എന്താണെന്ന് നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഒരു ഫ്രണ്ട് ഓഫീസിന്റെ പ്രധാന ശരിക്കും പറഞ്ഞാൽ അവരുടെ പ്രധാന ഡ്യൂട്ടി അത് തന്നെയാണ്. അവർക്ക് തിരിച്ചറിയാൻ പറ്റണം എന്താണ് പേഷ്യൻസിന്റെ കംപ്ലൈന്റ്സ് എന്തെന്നുള്ളത്. ഓക്കെ, കോമൺ ആയിട്ടുള്ള റീസൺ തിരിച്ചറിയുന്നിടത്ത് അത് പരിഹരിക്കുന്നിടത്താണ് അവരുടെ പ്രധാനപ്പെട്ട ഒരു ഡ്യൂട്ടികൾ കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, അവിടെ അവർ എടുക്കുന്നുള്ളൂ കേട്ടോ, 2 പോയിന്റ്സ് പറഞ്ഞിട്ടുള്ളൂ. ടെക്സ്റ്റില് ഒന്ന് നോട്ട് ചെയ്തിട്ടൊക്കെ കേട്ടോ, സെക്കൻഡ് പോയിന്റ്സ് വരെ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, thank you. Have a nice day. നിങ്ങൾക്ക് ടീച്ചറിന് ഇഷ്ടപ്പെടാന്നിട്ടാണോ റെസ്പോണ്ട് ചെയ്യാത്തത്, അല്ലെങ്കിൽ എന്റെ ക്ലാസ് മോശമായിട്ടാണോ, ക്ലാസ് ബോറായിട്ടാണോ, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെയാണോ, അതുകൊണ്ടാണോ? ബാക്കി ടീച്ചേഴ്സ് പറയാറുണ്ട് നിങ്ങൾ എന്തെങ്കിലും ചോദിച്ചപ്പോ റെസ്പോണ്ട് ചെയ്യുമെന്ന് പറയാറുണ്ട്. എന്നെ ഇഷ്ടപ്പെടാനിട്ടാണോ ക്ലാസ് ഇഷ്ടപ്പെടാനിട്ടാണോ അറിയില്ല, അതുകൊണ്ട് ചോദിച്ചാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു.